രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് സച്ചിൻ ഇങ്ങനെ കളിയാക്കുന്നത്. നിനക്ക് നല്ലൊരു ജോലിയില്ലല്ലോ, നിനക്ക് വേറെ നല്ല ജോലിയൊന്നും അല്ലല്ലോ, ഡ്രൈവർ ജോലിയല്ലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താണ് ആ ജോലിക്ക് കുഴപ്പം, അത് നല്ല മാന്യതയായ ജോലി തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതിയുടെ അടുത്ത് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരുടെയും മുന്നേ വെച്ച് സച്ചിനെ കളിയാക്കുന്നതൊക്കെ ചെയ്യുമ്പോൾ. അതിനുശേഷമാണ് ശ്രുതിയും കൂടെ വരും കേട്ടോ. അപ്പോഴത്തേക്കും വന്ന് ചോദിക്കുന്നത് എന്താ കഴിക്കാമെന്ന് ചോദിക്കുമ്പോൾ പറയും പൂരിയാന്ന് പറയും. അയ്യോ പൂരിയോ, അതെനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല, അതെനിക്ക് ഭയങ്കര അസിഡിറ്റി ഉണ്ടാക്കും, അത് കഴിക്കുന്നില്ല എന്ന് പറയുന്നു. പിന്നെ അപ്പോൾ എന്താ കഴിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഇനി എനിക്ക് കഴിക്കാൻ ജ്യൂസ് മതി എന്ന് പറയും. അപ്പോൾ എന്ത് ജ്യൂസാണെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ ABC ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ പറയും അതെ ഇവർക്കൊന്നും അറിയത്തില്ല അമ്മ, എൻ്റെ മോളുണ്ടാക്കുന്ന ABCD ജ്യൂസ് എനിക്കും കുറച്ച് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അത് ശ്രുതിക്കും കൂടെ തരാട്ടോ, ശ്രുതിയും ഇത് കഴിക്കണ്ട, പൂരി എല്ലാവരും കഴിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ അച്ഛമ്മ പറയുന്നുണ്ട് എന്നാൽ ഇങ്ങനെ എടുത്ത് ഞങ്ങൾ കഴിക്കട്ടെ എന്ന് പറയുന്നു. പക്ഷേ പൂരി ഇരിക്കുന്നത് കണ്ടിട്ട് ചന്ദ്രമതിക്ക് ശ്രുതിക്ക് നല്ലതായിട്ട് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ശ്രുതി പറഞ്ഞ സമയത്ത് അവർക്കത് കഴിക്കാനും ബുദ്ധിമുട്ട്. അപ്പോഴത്തേക്കും രവീന്ദ്രനും സച്ചിയും അവരുടെ അച്ഛമ്മയും കൂടെ കൂടി പൂരിയൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ അങ്ങ് തീർക്കും കേട്ടോ. അത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര കൊതിയാവുന്നുണ്ട് ശ്രുതിക്കൊക്കെ. പക്ഷേ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട് ശ്രുതി ഞാൻ 2 പൂരി കഴിക്കട്ടെ എന്ന്. വേണ്ട അത് കഴിക്കണ്ട, അതങ്ങനെ ഹെൽത്തിന് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പറയുകയാണ്. ശ്രുതി അങ്ങനെ കിച്ചണിലേക്ക് പോയി ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ചോദിക്കുന്നത് എന്ത് ജ്യൂസാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് അതൊരു സ്പെഷ്യൽ ജ്യൂസാണ്, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ജ്യൂസാണ്, ഹെൽത്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയി ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കും ശ്രുതി എന്ന് ചോദിക്കും ക്യാൻ ഐ ഹെൽപ്പ് യു എന്നൊക്കെ വന്ന് ചെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ജ്യൂസൊക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കും ഇവരുടെ അച്ഛമ്മ ഇരുന്നേച്ച് പറയുന്നുണ്ട് രവിയെ ഈ വീട്ടിൽ 2 അടുക്കളയാകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പറയും അവൾക്ക് പൂരി ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലേ അമ്മ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ രവീന്ദ്രൻ ഇങ്ങനെ പറയും കേട്ടോ. ഇവർ ജ്യൂസൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും. അപ്പോഴത്തേക്കും പറയും ചന്ദ്രമതി പറയും വാ നമുക്ക് അവിടെ പോയിരുന്നു ഉണ്ടാക്കാം എന്ന് പറയും. അവിടെ പോയി നമുക്ക് കുടിക്കാം, അവിടെ കുറേ ഗ്രാമവാസികളുണ്ട്, അവർക്ക് ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് പറയും. കണ്ടോ എല്ലാവരും കണ്ടോ ABCD ജ്യൂസ് എല്ലാവരും കണ്ടു നോക്കാൻ പറയുകയാണ്. അപ്പോഴത്തേക്ക് സച്ചിയൊക്കെ ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകുവാണ്. ഇവരെല്ലാം ഫുഡ് കഴിച്ച പാത്രമൊക്കെ രേവതി ഇങ്ങനെ എടുത്തു വെക്കും കേട്ടോ. അപ്പോഴാണ് ഈ ജ്യൂസും കൊണ്ട് വരുന്നത്. എന്നിട്ട് ജ്യൂസും കൊണ്ട് അവിടെ വന്നിരുന്ന സച്ചി ഇങ്ങനെ ഒരു പുച്ഛത്തോടെയാണ് അവരെ നോക്കുന്നത്. അങ്ങനെ ചന്ദ്രമതി ശ്രുതിയും കൂടെ ജ്യൂസ് കുടിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിക്കും ചന്ദ്രമതിക്കും ആ ജ്യൂസ് കുടിക്കാൻ പറ്റുന്നില്ല. കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇറക്കാൻ പറ്റാത്ത ഒരു അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ അവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് അവർക്ക് തുപ്പാൻ പറ്റില്ലല്ലോ, അവർ കഷ്ടപ്പെട്ട് കുടിക്കും. അത് കണ്ടിട്ട് സച്ചിക്കാണെങ്കിൽ എല്ലാവർക്കും ചിരിയൊക്കെ വരുന്നുണ്ട്. അവരെല്ലാവരും നോക്കിയിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവർ കഷ്ടപ്പെട്ട് തന്നെ ആ ജ്യൂസ് കുടിക്കും കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി അങ്ങോട്ട് പോകുവാണ്. അപ്പോഴത്തേക്കും ചോദിക്കും രേവതിയും സച്ചിയും ഭയങ്കര സ്നേഹത്തിലല്ലേ എന്നിങ്ങനെ ശ്രുതി ചോദിക്കും. അതൊന്നുമില്ലെന്നേ, അവളെ ഇന്ന് പൊക്കും നാളെ അവളെ ചവിട്ടി താഴെയിടും, അത് അവൻ്റെ സ്വഭാവം ഒരു പ്രത്യേക സ്വഭാവം വന്നേന്നൊക്കെ ഒരു പ്രത്യേക ടൈപ്പാണ് അവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയോട് പറയാം. എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് അവളെ എല്ലാ കാര്യത്തിനും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയും അവരുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞില്ല അല്ലേ മോൾ അവരുടെ കാര്യമൊന്നും ചിന്തിക്കുകയൊന്നും വേണ്ട, മോൻ്റെ നിങ്ങളുടെ ജീവിതം നന്നായാൽ മതി, അവരുടെ എന്തേലും ആവട്ടെ, മോനുള്ളതൊന്നും നിങ്ങൾക്ക് ശ്രദ്ധിക്കുക വേണ്ട, അവളെ കാര്യത്തിലെ മോൾ മൈൻഡ് ചെയ്യാൻ പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് രേവതി ഇങ്ങനെ നിൽക്കുക. രേവതിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് ഇവരുടെ ഇങ്ങനെ എല്ലാവരുടെ മുന്നേ വെച്ച് രേവതി ഇങ്ങനെ കളിയാക്കി സച്ചിനെയും കളിയാക്കിയൊക്കെ പറയുമ്പോൾ. അതിനുശേഷം പിന്നെ ശ്രുതി പറയുന്നുണ്ട് അമ്മേ നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ പോകുമെന്ന് പറയും. അപ്പോൾ ശ്രുതി ചോദിക്കും ഇത്രയും താമസിച്ചില്ല ഇനി പോകണം, പിന്നെ പോകണം ക്ഷേത്രത്തിൽ എന്താണേലും പോകണമെന്ന് പറയുമ്പോൾ അമ്മ പോകും. അമ്മേനെ നമുക്ക് അവരുടെ അച്ഛമ്മ എന്തായാലും നാട്ടിലേക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ്. അപ്പോൾ അമ്മേനെ യാത്രയാക്കിയിട്ട് നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരച്ഛമ്മേനെയൊക്കെ യാത്രയാക്കുവാണ്. അപ്പോൾ അമ്മ പോകാൻ തുടങ്ങുമ്പോൾ അച്ഛമ്മയോട് പറയുന്നുണ്ട് ഞാൻ കൊണ്ടുവിടാമെന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ പറയും വേണ്ട ഞാൻ തന്നെ പൊക്കോളാം, എനിക്ക് ബസ്സുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. അങ്ങനെ രേവതിക്ക് സങ്കടം. അപ്പോൾ രേവതി പറയും അമ്മ കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ. അപ്പോൾ പറയും അല്ല മോളെ പോകണം, എനിക്കൊരു ചടങ്ങ് നടക്കാത്തതിൽ വിഷമമുണ്ട്, എന്തായാലും അതിൻ്റെ ഒരു ദിവസം കുറയ്ക്കണം, നിങ്ങളുടെ കുറച്ച് ചടങ്ങുകൾ നടത്താനുണ്ട്, അതിന് നല്ലൊരു ഡേറ്റ് നോക്കി സമയം നോക്കി നീ ഡേറ്റ് കുറിക്കണം കേട്ടോ രവീന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ അച്ഛമ്മ പറയണം. അച്ഛമ്മ എന്നിട്ട് പോകുക കേട്ടോ, അവിടെ നിന്ന് പോവുക. അപ്പോഴത്തേക്കും ശ്രുതിയുടെ വണ്ടിയിൽ ശ്രുതിയുടെ അല്ല
സച്ചിയുടെ വണ്ടിയിൽ അമ്മയുടെ ബാഗൊക്കെ എടുത്തു വെച്ചിട്ട് പോകുവാണ്. അവർ പോയി കഴിയുമ്പോഴത്തേക്കും രേവതിയോട് പറയുന്നുണ്ട്, ഞങ്ങൾ ക്ഷേത്രത്തിൽ വരെ പോകുക, നീ അവൾക്ക് വേണ്ട എന്താ ഭക്ഷണമെന്ന് വെച്ചാൽ ഉണ്ടാക്കി വെച്ചോളൂ ഇവിടെ ഇരുന്ന്, അതിന് അമ്മേനെ തിരിച്ച് വിളിക്കാനോ അങ്ങനെയൊന്നും നീ നോക്കുമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ അവളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എന്താണേലും അവരുടെ അമ്മയുടെ കണ്ണുരുട്ടലും പേടിപ്പിക്കലും ഒന്നും കാണണല്ലോ. ചന്ദ്രമതിക്ക് എന്തായാലും സന്തോഷമായി അച്ചമ്മ പോയതും കൊണ്ട്. കാരണം ചന്ദ്രമതിക്ക് ഒന്ന് രേവതിയുടെ അടുത്ത് വല്ലതും ഒക്കെ പറയാം. അങ്ങനെ എന്നിട്ട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്, ശ്രുതി മോളെ മോൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് കഴിക്കാം. അപ്പോൾ ശ്രുതി പറയുന്നു, എനിക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് മതി എന്ന് പറയുന്നു. അപ്പം നീ എന്താണെന്ന് വെച്ചാൽ ഇവക്ക് ശ്രുതി മോൾക്ക് വേണ്ട നീ ഉണ്ടാക്കി വെച്ചോളും, ഞങ്ങളിവിടെ പോയിട്ട് വരുമ്പോഴത്തേക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ ക്ഷേത്രത്തിലേക്ക് പോകാനൊക്കെ ഇറങ്ങുവാണ്. അങ്ങനെ ചന്ദ്രമതിയുടെ കൂട്ടുകാരി ക്ഷേത്രത്തിൽ ഒന്നിച്ച് ഇവർ കാണാത്തോണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് മടുത്തു. എന്താ നിങ്ങൾ ഇത്ര താമസിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നീ ദേഷ്യപ്പെടാറില്ലേ, പുതുമോടികളല്ലേ, ഞങ്ങളങ്ങ് വരുവാന്നൊക്കെ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങും കേട്ടോ. പിന്നെ കാണിക്കുന്നത് അപ്പോഴത്തേക്കും സച്ചി അച്ഛമ്മേനെ കൊണ്ടുവിട്ടിട്ട് വന്നു. അങ്ങനെ അപ്പോൾ സച്ചി ശ്രുതിയോട് പറയുന്നുണ്ട്, നീ വേഗം റെഡിയാക്കി എൻ്റെ അടുത്ത് ഒരു പുറത്ത് വരെ വരണമെന്ന് നിൽക്കും, എന്തിനാന്ന് ചോദിക്കും. അപ്പോൾ പറയും, എനിക്കിങ്ങനെ ഈ വണ്ടിയുടെ പൈസ കൊടുക്കാനുണ്ട്, ഈ മാസത്തെ പൈസ മുഴുവനായിട്ടില്ല, അപ്പോൾ കുറച്ച് പൈസയേ ഉള്ളൂ ആൾ. അപ്പോൾ ഇങ്ങനെ എന്താണെങ്കിലും ക്ഷേത്രത്തിൽ ഇന്ന് വരും, അപ്പോൾ നീ ആ പൈസ ഒന്ന് കൊടുക്കണം. അയ്യോ ഞാൻ എങ്ങനെയാണ് കൊടുക്കണേ ചോദിക്കും. നീ കൊടുത്താൽ മതി, നീ പറഞ്ഞാൽ മതി. അപ്പോൾ ആൾ ഇന്നെന്നാളും ദേഷ്യപ്പെടില്ല, അല്ല ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വണ്ടി അവിടെ പിടിച്ചിടും. ഇന്ന് എനിക്ക് ഓടാനും പറ്റില്ല, വണ്ടി ഇറക്കുന്നവരെ എങ്ങനെയെങ്കിലും ഈ വണ്ടി കൊണ്ടൊന്ന് നടക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയും, ഇന്നെന്താണോ അയാൾ അമ്പലത്തിൽ വന്നിട്ട് ഉരുളുന്നോ ഉരുളും അമ്പലത്തിൽ വന്ന് ഉരുളും. അപ്പോൾ ഇന്ന് എന്നാളും 1-ാം തീയതി, അപ്പം സമാധാനമായിട്ടേ ഉള്ളൂ എന്ന് ആൾക്കാരൊക്കെ അവിടെ കൊണ്ടുവന്ന് പൈസ കൊടുക്കും. ഇന്ന് ആരോടും വലിയ ദേഷ്യപ്പെടുകയല്ല, പക്ഷേ ഓഫീസിൽ ചെന്നാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമെന്ന് പറയുന്നു. ഉരുളോ എന്നിട്ടപ്പോഴത്തേക്ക് അതേന്നേ ഏതാണ്ട് ഈ അമ്പലത്തിൽ ഉരുളില്ലേ അത് ശൈനപ്രദക്ഷിണമാണോ എന്തൊക്കെയാ അത് തന്നെ എന്ന് പറയും. അതുകൊണ്ട് നീ പറയണം, അവിടെ ചെന്നിട്ട് പറയണം ഇങ്ങനെ സച്ചിയുടെ ഭാര്യയാന്ന് പറയണമെന്ന് പറയും. അപ്പം രേവതിക്ക് ഒരു സന്തോഷമൊക്കെ ആകുന്നുണ്ട്. അങ്ങനെ രേവതിക്ക് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ അവിടെ ചെന്ന് പറയണം, പൈസയുള്ളൂ, ഞാനൊരു ലോങ് ട്രിപ്പ് പോയേക്കുവാണ്, കുറച്ച് ദിവസം കഴിഞ്ഞ് വരുള്ളൂ എന്നൊക്കെ പറയണമെന്ന് പറയുന്നു. അപ്പം രേവതിക്ക് ഒരു മടി, എന്നാൽ പറയും, നീ നീ കറക്റ്റ് നിൽക്കുന്ന ആളുടെ തന്നെ കൊടുക്കാവുള്ളൂ, ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നു. എന്നിട്ട് ആ ഫിനാൻസറെ കാണിച്ചു കൊടുക്കുകയാണ്, പൈസ കടം മേടിച്ച് ഫിനാൻസറെ കാണിച്ചു കൊടുത്തു, ആളുടെ തന്നെ കൊടുക്കണേ, കൂടെ നിൽക്കുന്ന അസിസ്റ്റൻറ്റിൽ കൊടുക്കരുതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ വിടുക കേട്ടോ. അതേസമയമാണ് ഇവരിങ്ങനെ പൈസയൊക്കെ കൊണ്ട് രേവതി കൊടുക്കാനൊക്കെ ആയിട്ട് തുടങ്ങുവാണ്. അതേസമയം ഇപ്പോൾ ഇത്രയും നേരമായിട്ട് ഈ ചന്ദ്രമതി പറയുന്നുണ്ട്, ചന്ദ്രമതിയും കൂട്ടുകാരിയോടെ പറയുന്നുണ്ട്, അവിടെ എന്താ ഇങ്ങനെ എല്ലാവരും ആൾക്കൂട്ടം കൂടി നിൽക്കുന്നത്, അവിടെ ആരോ ഒരാൾ നിൽപ്പുണ്ടല്ലോ, എല്ലാവരും വന്ന് ചെന്ന് അനുഗ്രഹം വാങ്ങുന്നുണ്ടല്ലോ, പൈസയൊക്കെ നേർച്ചയൊക്കെ കൊടുത്തിട്ട് നമുക്കും അങ്ങോട്ട് ചെല്ലാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ചന്ദ്രമതിയും കൂട്ടുകാരെയും കൂടെ ഈ ഫിനാൻസറുടെ അടുത്തേക്ക് പോയി. ഇത് ഫിനാൻസറാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്ന വേറെ ആരോ പൂജാരി അങ്ങനെ വലിയൊരാളാണെന്നോർത്താണ് ഈ ചന്ദ്രമതിയും കൂട്ടുകാരിയും കൂടെ ചെല്ലുവാണ്. അന്നേരപ്പോഴത്തേക്കും പറയും, നമുക്കും ചെന്ന് അനുഗ്രഹം വാങ്ങാം, നമുക്ക് ചെല്ലാമെന്ന് ചെന്ന് ചന്ദ്രമതി എന്താണേലും ചെന്ന് ഈ ഫിനാൻസറുടെ മുന്നിൽ ചാടും, ചന്ദ്രമതി കൊടുക്കാനുള്ള പൈസ ചോദിക്കും. അങ്ങനെ ഈ ശ്രുതിനെ കാണിക്കുന്നില്ല. അപ്പോൾ അവരെന്തെന്ന് ചോദിക്കുമ്പോൾ അവർ അവിടെ വെച്ച് എങ്ങോട്ടോ ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് ചന്ദ്രമതി ശ്രുതിനെ ഭയങ്കരമായിട്ട് പൊക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരിക്ക് മനസ്സിലാവുന്നുണ്ട്, പൈസ കിട്ടുന്നതുകൊണ്ടല്ലേ നീ ഇവളെ ഇങ്ങനെ പൊക്കണേ എന്നുള്ള രീതിയിൽ കൂട്ടുകാരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നാലും ചന്ദ്രമതി എന്ന് ഫിനാൻസറുടെ മുന്നിൽ ചാടും. അവിടെ വെച്ച് ചിലപ്പോൾ രേവതിനെയും കണ്ടുമുട്ടാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.